നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. CMRLനെയും വീണ വിജയനെയും പിണറായി വിജയനെയും പൂട്ടുന്നതിന് വേണ്ടി ഹൈക്കോടതിയിൽ നിന്ന് നിരന്തരം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് വജ്രായുധങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. മകളെ രക്ഷിച്ചെടുക്കുന്നതിന്റെ ഭാഗമായിരുന്നു CMRLനെ കോടതിയിലേക്ക് തള്ളിവിട്ടുകൊണ്ട് EDയുടെ അന്വേഷണം അവസാനിപ്പിക്കണം എന്നുള്ള ഒരു ഹർജി ഫയൽ ചെയ്യിപ്പിച്ചത്. എന്നാൽ അവിടെ നിന്ന് അടികിട്ടി. EDക്ക് അന്വേഷണം തുടരാമെന്ന് കോടതി പ്രഖ്യാപിച്ചു, ഉത്തരവിടുകയും ചെയ്തു. പിന്നാലെ ഇപ്പോൾ SFIOയുടെ റിപ്പോർട്ടുകൾ, അന്വേഷണ റിപ്പോർട്ടുകൾ EDക്ക് കൈമാറരുത് എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും CMRL കോടതിയെ സമീപിച്ചു. അതിനു പിന്നിൽ കൃത്യമായി പിണറായി വിജയന്റെ ഇടപെടലാണ് എന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ ഇപ്പോൾ വീണ്ടും അടികിട്ടിയിരിക്കുകയാണ്. ഉടൻ തന്നെ SFIOയുടെ അന്വേഷണ റിപ്പോർട്ടുകൾ EDയുടെ മേശപ്പുറത്തെത്തിയിരിക്കണം എന്നുള്ള ഉത്തരവാണ് കോടതി ഇട്ടിരിക്കുന്നത്. ഇതോടുകൂടി തുടരെ അടിമേടിച്ചു കൂട്ടുകയാണ് അച്ഛനും മകളും. പിണറായിക്ക് ഒരു തരത്തിലും മകളെ രക്ഷിച്ചെടുക്കാൻ കഴിയാത്ത സാഹചര്യം. 10 ദിവസം സമയമാണ്. അതിനുള്ളിൽ SFIO എല്ലാ റിപ്പോർട്ടുകളും EDക്ക് കൈമാറണം എന്നാണ് കോടതിയുടെ ഉത്തരവ്. 10 ദിവസത്തിനുള്ളിൽ എന്തും സംഭവിക്കാം. ഒന്നുകിൽ വീണയെ നോട്ടീസ് അയച്ച് ചോദ്യം ചെയ്യലിന് വിളിപ്പിക്കും. ആ ചോദ്യം ചെയ്യലിന് വിളിപ്പിക്കൽ അറസ്റ്റ് നടപടിയിലേക്ക് കടക്കാനായിരിക്കും. കർത്ത ഉൾപ്പെടെയുള്ളവരെയും അറസ്റ്റ് ചെയ്യും. തുടർന്ന് കർത്തയെയും വീണ വിജയനെയും ഒക്കെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുന്ന നടപടികളിലേക്കും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടക്കും. അതായത് കോടതിയിൽ നിന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് പൂർണ്ണമായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം ഇപ്പോൾ ഈ കേസ് അന്വേഷണത്തിൽ കിട്ടിയിരിക്കുകയാണ്. അത് തന്നെയാണ് അവർക്ക് കിട്ടിയ ഏറ്റവും വലിയ പിടിവള്ളിയും. പിണറായി വിജയൻ ഇപ്പോൾ മുഖ്യമന്ത്രിയല്ല, പ്രതിപക്ഷ നേതാവാണ്. അതുകൊണ്ട് തന്നെ പഴയ പ്രിവിലേജുകൾ ഒന്നുമില്ല. ഇനി മകളെ രക്ഷിക്കാൻ പിണറായിക്ക് എന്താണ് ചെയ്യാൻ കഴിയുക? കോടതിയിൽ നിന്ന് കിട്ടിയ അടി അത്ര ചെറുതല്ല. പിണറായി വിജയൻ പ്രതിസന്ധിയിലാണ്. മാസപ്പടി കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് അനുകൂലമായാണ് കൊച്ചിയിലെ പ്രത്യേക PMLA കോടതി നിർണായക ഉത്തരവ് ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നത്. പിണറായി വിജയന്റെ മകൾ വീണ തായ്ക്കണ്ടിയും കരിമണൽ കമ്പനിയായ CMRLും തമ്മിൽ നടത്തിയ സാമ്പത്തിക ഇടപാടുകളുടെ എല്ലാ സുപ്രധാന രേഖകളും EDക്ക് കൈമാറാനാണ് കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. കേസുമായി ബന്ധപ്പെട്ട് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് കസ്റ്റഡിയിലെടുത്ത 134 നിർണായക രേഖകളുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളാണ് EDക്ക് ലഭിക്കുക. SFIOയുടെ കണ്ടെത്തലിൽ വീണ വിജയനെ കുടുക്കാനുള്ള ഒരുപാട് പഴുതുകളുണ്ട്. അതുകൂടി EDക്ക് കിട്ടുമ്പോൾ അവർക്ക് അന്വേഷണത്തിൽ കൂടുതൽ ബലം വരികയാണ്. വീണയെ ഉടൻ തന്നെ തൂക്കിയെടുക്കാനുള്ള അവസരവും കൂടി വീണ് കിട്ടുകയാണ്. IT റിട്ടേൺസ് 2016 CMRLും വീണയുമായി ഉണ്ടാക്കിയ കരാർ, 2017 എക്സാലോജിക്കും വീണയുമായുള്ള കരാർ, CMRLന് എക്സാലോജിക് നൽകിയ സേവനങ്ങളുടെ വിവരങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. കൂടാതെ CMRLന്റെ അനുബന്ധ കമ്പനിയായ എംപവർ ഇന്ത്യ ക്യാപിറ്റൽ വീണയുടെ സ്ഥാപനത്തിന് നൽകിയ വായ്പയുടെയും അത് തിരിച്ചടച്ചതിന്റെയും വിവരങ്ങളും ലഭ്യമാകും. രേഖകൾ വിട്ടു നൽകുന്നതിനെതിരെ CMRL കമ്പനി ഉന്നയിച്ച ശക്തമായ എതിർപ്പുകൾ പൂർണ്ണമായി തള്ളിക്കൊണ്ടായിരുന്നു പ്രത്യേക കോടതിയുടെ ഈ വിധി. SFIO സമർപ്പിക്കുന്ന കുറ്റപത്രത്തിന്റെ അനുബന്ധമായിട്ടായിരിക്കും ഈ രേഖകൾ EDക്ക് കൈമാറുക. അടുത്ത 10 ദിവസത്തിനകം ഈ രേഖകളെല്ലാം കോടതിയിൽ ഹാജരാക്കാൻ SFIOയ്ക്ക് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. കോടതി വഴിയായിരിക്കും ഈ രേഖകൾ ഔദ്യോഗികമായി EDയുടെ കൈകളിലേക്ക് എത്തുക. ഈ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ നൽകുന്ന കാര്യത്തിൽ കോടതി നേരത്തെ SFIOയുടെ നിലപാട് തേടിയിരുന്നു. അന്വേഷണ ഏജൻസി ഇതിൽ അനുകൂല നിലപാട് സ്വീകരിച്ചതോടെയാണ് EDക്ക് കാര്യങ്ങൾ എളുപ്പമായിരിക്കുന്നത്. വീണ തായ്ക്കണ്ടിക്കെതിരെ SFIO കണ്ടെത്തിയ ശക്തമായ തെളിവുകൾ ആവശ്യപ്പെട്ട് ED നൽകിയ പ്രത്യേക അപേക്ഷയിലായിരുന്നു കോടതിയുടെ ഈ അനുകൂല തീരുമാനം. കരിമണൽ കമ്പനിയും വീണയും അവരുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് കമ്പനിയും ഒപ്പുവെച്ച കരാറുകളുടെ പകർപ്പുകൾ, അതിന്റെ എല്ലാ വിവരങ്ങളും EDയുടെ പക്കലേക്ക് എത്തുകയാണ്. എക്സാലോജിക് എന്തിനാണ് പെട്ടെന്ന് പൂട്ടിക്കെട്ടി വീണ മുങ്ങിയത് എന്നതുൾപ്പെടെയുള്ള എല്ലാ കാര്യത്തിന്റെയും ഉത്തരം SFIOയുടെ അന്വേഷണ റിപ്പോർട്ടിലുണ്ട്. ഇതുകൂടാതെ ഏറ്റവും വലിയ പ്രതിസന്ധി, വീണയുടെ എക്സാലോജിക് എന്ന കമ്പനിയുടെ അഡ്രസ്സ് തിരുവനന്തപുരത്തെ പാർട്ടി ഓഫീസിൻ്റെതാണ്, AKG സെന്ററിൻ്റെതാണ്. AKG സെന്ററിൽ ഉൾപ്പെടെ തെളിവെടുപ്പിനും ചോദ്യം ചെയ്യലിന് വേണ്ടിയിട്ടൊക്കെ അന്വേഷണ സംഘം എത്തും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇപ്പോഴത്തെ അവസ്ഥ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം മകളെ രക്ഷിക്കാൻ എന്ത് ചെയ്യണം എന്നറിയാത്ത ഒരവസ്ഥയാണ്. കാരണം കോടതി മുഖാന്തരം ഏത് ഹർജിയുമായി ചെന്നാലും അവിടെ നിന്നെല്ലാം അടിയാണ് കിട്ടുന്നത്. പിണറായി വിജയൻ നേരിട്ടല്ല, മകളെ ഇറക്കിയോ അല്ല, CMRLാണ് നിരന്തരം കോടതികളിൽ ഹർജി ഫയൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. EDയെ സംബന്ധിച്ചിടത്തോളം വീണ വിജയനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുക എന്നുള്ള നീക്കത്തിന് വേണ്ടി അവർ കാത്തിരിക്കുകയാണ്. കാരണം പിണറായി വിജയൻ അന്ന് പാർട്ടിക്കാരെ ഇറക്കി EDയെ അപമാനിക്കുന്ന ഒരു നീക്കമാണ് നടത്തിയത്. റെയ്ഡ്, ചോദ്യം ചെയ്യൽ ഇതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പാർട്ടിക്കാരെ ഇറക്കിവിട്ട് ED ഉദ്യോഗസ്ഥരെയും അവർ വന്ന കാറും ആക്രമിക്കുന്ന ഒരു പ്രകോപനപരമായ നിലപാടായിരുന്നു പിണറായി വിജയനിൽ നിന്ന് അന്നുണ്ടായത്. പിണറായി വിജയൻ അന്ന് പാർട്ടിക്കാരെ ഇറക്കിവിട്ടത് തന്നെ വേട്ടയാടുന്നു എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. എന്നാൽ ഇതേ പിണറായി വിജയൻ തന്നെ പിന്നീട് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്
മകളെ ചോദ്യം ചെയ്യാനാണ് ED സംഘം എത്തിയത് എന്നായിരുന്നു. അങ്ങനെ പാർട്ടിക്കാരെയും ചതിക്കുന്ന നിലപാടായിരുന്നു പിണറായിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അതുകൊണ്ട് തന്നെ ഇനി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അന്വേഷണ ഏജൻസിയോ വീണയെ ചോദ്യം ചെയ്യാനോ അവരുടെ വീട്ടിലേക്ക് റെയ്ഡുമായി എത്തിയാലോ CPM പ്രവർത്തകർ തെരുവിലേക്ക് ഇറങ്ങില്ല. അവർ കേന്ദ്ര ഏജൻസികളെ ആക്രമിക്കാൻ മുതിരില്ല. ഒന്നാമത്തെ കാര്യം, കേന്ദ്ര ഏജൻസി ഇനി എത്തുമ്പോൾ കേന്ദ്ര സേനയെയും കൊണ്ടായിരിക്കും എത്തുക. പ്രത്യേകിച്ച് CRPFും NSGയും ഒക്കെ ഉണ്ടാകും. ആ ഘട്ടത്തിൽ ആരെങ്കിലും പ്രകോപനപരമായ ആക്രമണത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ വെടിവെക്കുക എന്നുള്ള ഒറ്റ നിലപാടായിരിക്കും കേന്ദ്രസേന സ്വീകരിക്കുക. അത്തരം പ്രതിസന്ധികളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതിനെ രാഷ്ട്രീയമായി CPM മുതലെടുക്കും എന്നറിയാവുന്നത് കൊണ്ട് തന്നെ പരമാവധി മിതത്വം പാലിക്കാനാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ തീരുമാനം. എന്നാൽ ചോദ്യം ചെയ്യേണ്ടുന്ന ഘട്ടത്തിൽ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും എന്നുള്ള നിലപാടും അവർ സ്വീകരിക്കുന്നു. ഇപ്പോഴത്തെ ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് പിണറായി വിജയൻ കണ്ടോൺമെന്റ് ഹൗസിലേക്ക്, അതായത് പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക വസതിയിലേക്ക് മാറാനിരിക്കുകയാണ്. വീണ വിജയനും റിയാസുമാണ് ബേക്കറി ജംഗ്ഷനിലുള്ള വാടക വീട്ടിൽ ഇനി താമസിക്കാൻ പോകുന്നത്. അപ്പോൾ കണ്ടോൺമെന്റ് ഹൗസിലേക്കല്ല ഇനി അന്വേഷണ സംഘങ്ങൾ എത്തുക. നേരിട്ട് പിണറായി വിജയൻ എടുത്ത ആ വാടക വീട്ടിലേക്കാണ്. അവിടെ എന്തായാലും പിണറായി വിജയൻ ഇനി താമസമില്ലാത്തത് കൊണ്ട് മകളെ ചോദ്യം ചെയ്യാൻ വന്നാലോ പോയാലോ CPM പ്രവർത്തകർക്ക് അതിൽ ഇടപെടേണ്ട കാര്യമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പാർട്ടിയും ആ ഒരു നിലപാട് തന്നെ എടുക്കും. പിണറായി വിജയൻ എന്തായാലും മകളെ കണ്ടോൺമെന്റ് ഹൗസിലേക്ക് കൊണ്ടുപോകാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം അത് രാഷ്ട്രീയമായി വലിയ വിവാദങ്ങളിലേക്ക് കൊണ്ടെത്തിക്കും. കാരണം കണ്ടോൺമെന്റ് ഹൗസിലേക്ക് അന്വേഷണ ഏജൻസികൾ എത്തിക്കഴിഞ്ഞാൽ അത് വലിയൊരു പ്രതിസന്ധിയാണ്. അത് ഒഴിവാക്കാൻ വേണ്ടിയും ഇപ്പോൾ പാർട്ടി നേതാക്കൾ തന്നെ പറയുന്നുണ്ട് വീണയെ ആ വസതിയിലേക്ക് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല എന്നുള്ളത്. ഇത് മാത്രമല്ല, പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവിന്റെ ഹൗസാണ് കണ്ടോൺമെന്റ്. അപ്പോൾ അവിടേക്ക് മകളെ കൊണ്ടുപോയി ഒരു സീൻ ക്രിയേറ്റ് ചെയ്താൽ വീണ്ടും രാഷ്ട്രീയ മുതലെടുപ്പിന് പിണറായി പാർട്ടിക്കാരെ ഇറക്കുന്നു എന്നുള്ളൊരു വ്യാഖ്യാനം വരും. അതുകൊണ്ട് പാർട്ടിക്കാർ അതിന് തയ്യാറാകില്ല. ഇനി ആര് ചോദ്യം ചെയ്യലിന് വന്നാലും പാർട്ടി പ്രവർത്തകർ തെരുവിൽ ഇറങ്ങിയേക്കരുത് എന്നുള്ള കർശന നിർദ്ദേശമാണ് പാർട്ടിയിൽ നിന്ന് പോയിരിക്കുന്നത്. ആകെ മൊത്തം നോക്കുമ്പോൾ പിണറായി വിജയൻ പ്രതിസന്ധിയിലാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.